ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു അരി ദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് അരി ഞാനൊരു 2 ഗ്ലാസ് തലേദിവസം കുതിർത്താൻ വെച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അത് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത് അപ്പോൾ തന്നെയാണ് ദോശ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് അവല്, ചോറെടുത്താലും മതി. ഞാൻ അവലെടുത്തോണത്. അവലെടുത്തിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മുന്നേ ഞാൻ വെച്ചതാണ്. പിന്നെ അതിൽ ചേർക്കുന്ന നാളികേരം, ഉപ്പ് മാത്രം. പിന്നെ സോഡക്കാരം അങ്ങനത്തെ ഇതൊന്നും ചേർക്കില്ല. നമ്മൾ ഉഴുന്നൊന്നും ചേർക്കില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന ദോശയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം അരച്ചിട്ട് വരട്ടെ. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അരി നന്നായി നൈസായിട്ട് അടിച്ചു കൊള്ളുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ അവലും നാളികേരവും അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം നാളികേരം അവല് ഞാൻ അരച്ചു കൊള്ളുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്വല്പം ഉലുവിയിട്ടുണ്ട് കേട്ടോ, ഉലുവപ്പൊടി. അപ്പം ഇത് ഞാൻ മറ്റൊരു കട്ടി വെള്ളം പോലെയാണ് ഞാൻ ചെയ്തോളാൻ. അപ്പോൾ ഇതിൽ ഇത്തിരി കട്ടി കൂടിയ ചെയ്യണം. നമുക്ക് വെള്ളം പാകാക്കാം. പാകാക്കിയിട്ട് ചട്ടി ചൂടായി അതിൽ എണ്ണ പുരട്ടിണ്ട്. നമുക്ക് അതിലേക്ക് കോരി ഒഴിക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ദോശയാണ്. വളരെ ടേസ്റ്റിയായ ദോശ മൂടിയിട്ട് കഴിക്കാം. ഇപ്പോൾ ഇത് നമുക്ക് വറുത്ത് മറിച്ചിട്ട് മുരിച്ചെടുക്കുക. അങ്ങനെ ഓരോ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തലേദിവസം ഉഴുന്നിടാനൊക്കെ അല്ലെങ്കിൽ ഉഴുന്നുണ്ടായില്ല എന്ന് വിചാരിച്ചാലും നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാനിപ്പം ഇരുമ്പ് ചട്ടി വെച്ച കാരണമാണ് ഇപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഓരോ പ്രാവശ്യം വെളിച്ചെണ്ണയല്ല എണ്ണയും കൂടി ചേർത്താണ് അപ്പോൾ അത് ഒഴിക്കുന്നത്. അത് നമ്മൾ ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നല്ല ദോശയായിട്ട് വരും. ഹോളുകളൊക്കെ ഉള്ളൊരു ദോശയാണ്. നമുക്ക് മൂടി വെച്ച് വയ്ക്കാം. ഇത് മറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എടുക്കാം. അടുത്ത ദോശ കഴിക്കാം. ഇത് നമ്മുടെ പണ്ടത്തെ കാരണന്മാരുണ്ടാക്കിയിരുന്ന ദോശയാണ്. ഞാൻ ദോശയായി മറിച്ചിടാം. അതായിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇനി അടുത്തതിടാം.
അടച്ച് വെച്ച് കഴിക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ദോശ. വളരെ സോഫ്റ്റായിട്ടുള്ള ദോശ ഉണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നാളികേര അതിലൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റ്. ഉഴുന്നില്ല എന്നുള്ളൊരു ഇതൊന്നുമില്ല, നല്ല നൈസ് ദോശയാണ്. അതിലേക്ക് തക്കാളി ചട്നി, അതിൽ സ്വല്പം നാളികേരം ഞാൻ ചേർക്കും. നല്ല ചട്നിയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.